കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ നിലയിൽ നമുക്ക് ഈ പ്രത്യേകമായിട്ടുള്ള മീറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കൂടുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 2022 ഏതാണ്ട് 4 ആഴ്ച ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ദൈവസഭ എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം ശുശ്രൂഷ നൽകിയത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. വീണ്ടും കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം എനിക്കും കടന്നു വരുവാൻ ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഫലം കായ്ക്കേണ്ടവരാണ്. As believers, we need to bear fruits in our spiritual lives. നമുക്കറിയാം, നാം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നാം കായ്ക്കേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിട്ടുണ്ട്. എബ്രായ ലേഖനം 13:15 നാം അധരഫലമെന്ന സ്തോത്രയാഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവജനം എന്നുള്ള നിലയിൽ എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതനുസരിച്ച് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയിരിക്കണം. നമുക്കറിയാം, രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ട യാഗം എന്നുള്ള നിലയിലും ഈ ഭാഗം നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നന്മ അനുഭവിക്കുമ്പോഴും തിന്മ അനുഭവിക്കുമ്പോഴും, രോഗത്തിൻ്റെതായ സന്ദർഭങ്ങളിലും ആരോഗ്യത്തിൻ്റെതായ സന്ദർഭങ്ങളിലും നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതയാണ്. അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. മറ്റൊന്ന്, ഫിലിപ്പി ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി സഭയിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവിടെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്നേരം അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഫിലിപ്പിയ സഭയിലെ ദൈവമക്കൾ നീതിഫലം നിറഞ്ഞവരായി തീരേണ്ടതിന് താൻ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നാം നീതീകരിക്കപ്പെട്ടവരാണ്. ആ നീതീകരിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നാം നീതീകരിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള ആ ഫലം നമ്മുടെ ജീവിതത്തിൽ കായ്ക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളെ കുറിച്ച് പൗലോസ് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെയും പൗലോസിന്റെ പ്രാർത്ഥനയാണ്. കൊലോസ്യ ലേഖനം 1:10 നമ്മോട് വായിക്കുന്നത്: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും പ്രാർത്ഥിക്കുന്നു. താൻ ദൈവസന്നിധിയിൽ കൊലോസ്യ സഭയിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുകയാണ്, അവിടെയുള്ള ദൈവജനം സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. നമുക്കറിയാം, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, പ്രവൃത്തി കൂടാതെ രക്ഷിക്കപ്പെട്ടവരാണ്.
കൃപയാണല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഭാഗം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ നമ്മൾ അതിന്റെ അടുത്ത വാക്യം 2:10 വാക്യത്തിൽ വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന്. നാം അവിടെ വായിക്കുന്നത് അതിൻ്റെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം പ്രവൃത്തി കൂടാതെ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, നാം സൽപ്രവൃത്തികൾ ചെയ്യേണ്ടവരാണ്. അധരഫലം എന്ന സ്തോത്രയാഗം, നീതിഫലം എന്ന ആ ഒരു ഫലം, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുക. അതുപോലെ അതിനേക്കാൾ ദൈവത്തിന്റെ വചനം പ്രാധാന്യം നൽകി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിന്റെ ഫലം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 5:22-23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. Paul says the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. 9 ഗുണവിശേഷങ്ങൾ ഇവിടെ ആത്മാവിന്റെ ഫലമെന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗലാത്യ സഭയിലെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ മാസത്തിൽ ലഭിച്ച ഈ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എ ലൈഫ് ബെയറിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം. എ ലൈഫ് ബെയറിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലം ആർക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും? ഹു ക്യാൻ ബെയർ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്? ഇന്ന് ആ ആത്മാവിന്റെ ഫലത്തിന്റെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ 4 ക്ലാസിന്റെ ആമുഖ ക്ലാസ് എന്നുള്ള നിലയിൽ ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഹു ക്യാൻ ബെയർ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലം ആർക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും? ഒന്നാമത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു പ്രാകൃത മനുഷ്യന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് സാധ്യമല്ല. A natural man cannot bear the fruit of the Spirit. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രാകൃത മനുഷ്യന് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ അവൻ പ്രാകൃത മനുഷ്യനായി ജീവിക്കുന്നിടത്തോളം കാലം അവന് പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതായാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അവിടെ പൗലോസ് നമ്മൾ കൊരിന്ത്യർ ലേഖനം ഈ 2-3 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ തൻ്റെ മുമ്പാകെയുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ 3ആയിട്ട് തിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. 1 പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ; 2 ജഡീക മനുഷ്യൻ, കാർണൽ മാൻ; 3 ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ. അന്നേരം അതിൽ ആദ്യത്തെ ആ മനുഷ്യനെ കുറിച്ചുള്ള പരാമർശമാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവനാണ്.
ദൈവാത്മാവിന്റെ ഉപദേശം അവനെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാണ്. അത് ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ പൗലോസ് ഓർപ്പിക്കുകയാണ്, അത് അവന്റെ ജീവിതത്തിൽ അവന് ആ സന്ദർഭത്തിൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രാകൃത മനുഷ്യൻ, ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു രക്ഷിക്കപ്പെടാത്ത ആ മനുഷ്യനെയാണ് കാണിക്കുന്നത്. പ്രാകൃത മനുഷ്യനെന്ന് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തവനാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടന്ന ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം, അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു: ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ചു കൂടിയിരുന്നു. നോക്കുക, അവിടെ പത്രോസ്, തോമസ്, നഥനയേൽ, സബദി മക്കൾ, അവർ 2 പേര്, അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും, അങ്ങനെ 7 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഒരു സന്ദർഭമാണ്. അന്നേരം ആ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കണ്ട ആ പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവിടെ ശിമോൻ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. ഈ 7 പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തിബരിയാസ് കടൽക്കരയിൽ അവര് കൂടി വന്നിരിക്കുന്ന സന്ദർഭത്തിൽ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളും പോരുന്നു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. നമ്മൾ ആ 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നത്, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നോക്കുക, കടലിൽ വളരെ പരിചയമുള്ള ആ മുക്കുവന്മാരായ, ആ മത്സ്യബന്ധനത്തിൽ വളരെയധികം പരിചയമുള്ള പത്രോസും കൂടെയുള്ളവരും, അവര് നാം വായിക്കുന്നത്, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ പ്രാകൃത മനുഷ്യനെന്ന് പറയുന്നത് ഈ പത്രോസിന്റെയും കൂട്ടരുടെയും മികവുള്ള ആ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ആ രാത്രി മുഴുവൻ വഴുതി മാറി ആ കടലിൽ അവരിൽ നിന്ന് അകന്നു പോയ, അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ മത്സ്യത്തെ പോലെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാകൃത മനുഷ്യൻ കടലിലെ മത്സ്യത്തെ പോലെയാണ്. വളരെ മികവുള്ള മത്സ്യബന്ധന തൊഴിലാളികളായ പത്രോസും അവിടെ നമ്മൾ വായിച്ച മറ്റ് 6 പേരും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ രാത്രിയിൽ അവർക്കൊന്നും പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ആ കസ്റ്റഡി, അവരുടെ ആ വലയിൽ നിന്ന്, അവരുടെ ആ പ്രയത്നത്തിൽ നിന്ന് മാറി പോകുന്ന ഒരു കൂട്ടം മത്സ്യത്തെ നമുക്ക് ആ കടലിൽ ആ രാത്രിയിൽ കാണാനായിട്ട് കഴിയും. പ്രാകൃത മനുഷ്യൻ ഈ കടലിലെ രക്ഷപ്പെട്ട് മുൻപോട്ട് പോകുന്ന മത്സ്യത്തെ പോലെയാണ്. നമുക്കറിയാം, നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മൾ വ്യക്തിപരമായി അനേക നാളുകൾ പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞ പലരും, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പലരും, നമ്മുടെ സ്നേഹിതരായിട്ടുള്ള പലരും, നമ്മുടെ സ്ഥലം സഭകളിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അവരുടെ ബന്ധത്തിൽപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരോട് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി വളരെ ആഗ്രഹത്തോടെ നമ്മൾ അവരോട് ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ടും നമുക്കറിയാം, അവരിൽ പലരും ഇന്നും അന്ധകാരത്തിൽ കഴിയുകയാണ്. എന്നിട്ട് നമ്മിൽ നിന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ട് നാം ചെല്ലുമ്പോൾ നാം പറയുന്ന സന്ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്ന, നമ്മെ അവഗണിച്ചു കൊണ്ടുപോകുന്ന, നമ്മോട് തർക്കുത്തരം പറയുന്ന, നാം പറയുന്ന സുവിശേഷത്തെ നിരാകരിക്കുന്ന, നമ്മെ എതിർക്കുന്ന, ചില അവസരങ്ങളിൽ നമ്മെ ഉപദ്രവിക്കുന്ന, അങ്ങനെയുള്ള അനേകരെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രാകൃത മനുഷ്യൻ അവൻ
രക്ഷിക്കപ്പെടാത്തവനാണ്. പ്രാകൃത മനുഷ്യൻ അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവനാണ്. പ്രാകൃത മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവമക്കളിൽ നിന്ന് അകന്നു പോകുന്നവനാണ്. ആ പ്രാകൃത മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ പ്രാകൃത മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം, രക്ഷിക്കപ്പെടാതെ ജീവിക്കുന്നിടത്തോളം കാലം ആ പ്രാകൃത മനുഷ്യന് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. കാരണം അവൻ രക്ഷിക്കപ്പെടാത്തവനാണ്. കാരണം അവൻ ദൈവാത്മാവ് ഇല്ലാത്തവനാണ്. പ്രാകൃത മനുഷ്യന്റെ പ്രത്യേകത എന്നുള്ളത് അവൻ രക്ഷിക്കപ്പെടാത്തവനാണ്. മാത്രമല്ല അവനിൽ ദൈവാത്മാവ് വസിക്കുന്നില്ല. എ നാച്ചുറൽ മാൻ ഈസ് നോട്ട് എ സേവ്ഡ് പേഴ്സൺ. Because he is not a saved person, he does not have the Holy Spirit. അവൻ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനാണ്. നമ്മൾ യൂദ എഴുതിയ ലേഖനം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ യൂദായുടെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഓക്കെ, യൂദ അന്ത്യകാലത്ത് വരുന്ന പരിഹാസികളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, അവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ താൻ 19 വാക്യത്തിൽ പറയുകയാണ്, അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്, അവർ പ്രാകൃതന്മാരാണ്. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയുകയാണ്, അവർ ആത്മാവില്ലാത്തവരാണ്. പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തവനാണ്, ദൈവാത്മാവ് വസിക്കാത്തവനാണ്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ തുടരുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് അവന് കഴിയുകയില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഒരു ജഡീക മനുഷ്യന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് സാധ്യമല്ല. എ കാർണൽ മാൻ cannot bear the fruit of the spirit. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2-3 അധ്യായങ്ങളിൽ മനുഷ്യരെ 3ആയിട്ട് തിരിക്കുകയാണ്. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ, നാച്ചുറൽ മാൻ, കാർണൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ. എന്നിട്ട് അതിൽ രണ്ടാമത്തെ മനുഷ്യനാണ് കാർണൽ മാൻ അല്ലെങ്കിൽ ജഡീക മനുഷ്യൻ. ആ ജഡീക മനുഷ്യന് അവൻ ജഡീകനായിരിക്കുന്നിടത്തോളം കാലം അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് സാധ്യമല്ല. 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലേ. ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പൗലോസ് ഇവിടെ സംസാരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല സംസാരിക്കാനായിട്ട് ഇപ്പൊ കഴിയുന്നത്, ജഡീയന്മാരോടെന്ന പോലെ എത്രയെന്നാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് അവരോട് പറയുകയാണ്, അല്ലയോ കൊരിന്ത്യ സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയന്മാരല്ല, നിങ്ങൾ ജഡീയന്മാരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, നിങ്ങൾ ജഡീയന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. നമ്മൾ കൊരിന്ത്യ സഭയുടെ ആ ചിത്രം, കൊരിന്ത്യ ലേഖനം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ലോകക്കാരുടെ മധ്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങൾ കാണാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാൻ കഴിയുമോ, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസോട് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ. എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ, ജീവിതശൈലിയിൽ ഒരു അവിശ്വാസിയും ഈ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നത് കൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ ആരല്ല, നിങ്ങൾ ആത്മീയന്മാരല്ല, നിങ്ങൾ ജഡീയന്മാരാണ്.
ഞാൻ ഉറപ്പിക്കട്ടെ, ഒരു വിശ്വാസി ജഡീകനായി ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ അഭിസംബോധന ചെയ്യുന്ന സഹോദരന്മാരെ എന്നാണ്. അതുകൊണ്ട് അവര് രക്ഷിക്കപ്പെട്ടവരാ. താൻ ഈ അഭിസംബോധന ചെയ്യുന്ന സഹോദരന്മാരെ എന്ന് വിളിക്കുന്ന തൻ്റെ അനുവാചകർ, തൻ്റെ വായനക്കാർ രക്ഷിക്കപ്പെട്ടവരാണ്. മാത്രമല്ല അവർ ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിക്കോദീമോസ് കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു തന്നോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അത് വൃദ്ധനായ ഉപദേഷ്ടാവായ നിക്കോദീമോസിന് മനസ്സിലായില്ല. എന്നിട്ട് താൻ പറഞ്ഞു, വൃദ്ധനായ ശേഷം ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണമോ? അപ്പോൾ യേശുക്രിസ്തു അത് അല്പം കൂടെ വ്യക്തമാക്കി, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും. കൊരിന്ത്യർ സഭയിലെ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടവരാണ്. അവര് ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരാണ്. മാത്രമല്ല അവര് ദൈവാത്മാവ് വസിക്കുന്നവരാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായിട്ട് അവരെ ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ അവരെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് അവരുടെ ശരീരമെന്ന് വളരെ വ്യക്തമായി പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ കൊരിന്ത്യർ സഭയിലെ ദൈവമക്കൾ താൻ സഹോദരന്മാരെ അഭിസംബോധന ചെയ്യുന്നവർ രക്ഷിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നവരാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്താ? അവരിൽ വസിക്കുന്ന ദൈവാത്മാവിനെ അനുസരിക്കാത്തവരാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ട ദൈവമക്കൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജീവിക്കുമ്പോഴാണ് അവര് ജഡീകന്മാരായിട്ട് തീരുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ നേരത്തെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്ന് ആ പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കടലിലെ മത്സ്യത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഇനി ഞാൻ ആ സുവിശേഷം തന്നെ അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ 21-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. അവിടെ യേശു അവരോട്, തന്റെ ശിഷ്യന്മാരോട്, അവിടെ ആ പേര് പറഞ്ഞവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. അന്നേരം അവിടെ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീൻ ലഭിച്ചില്ല. അന്നേരം യേശുക്രിസ്തു ചെന്നു. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച്, യേശുക്രിസ്തുവിന്റെ നിർദ്ദേശാനുസരണം അവര് ആ വല ഇറക്കിയപ്പോൾ അവർക്ക് പെരുത്ത മീൻകൂട്ടത്തെ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അന്നേരം ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരിക. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും ലഭിച്ചില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നിർദ്ദേശാനുസരണം അവര് അത് നിർവഹിച്ചപ്പോൾ നാം കണ്ടത് 153 വലിയ മീൻ നിറഞ്ഞ വല അവര് കരയ്ക്ക് വലിച്ച് കയറ്റി. എന്നിട്ടിപ്പോൾ കരയിലുള്ള മത്സ്യങ്ങൾ, അവിടെ 153 വലിയ മീൻ, കരയിലെ മത്സ്യം. കടലിലെ മത്സ്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അത് പ്രാകൃത മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവാത്മാവിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്ത, രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ ഒരു ചിത്രമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഇവിടെ കരയ്ക്ക് കൊണ്ടുവന്ന, കരയ്ക്ക് വലിച്ചു കയറ്റിയ ഇപ്പോൾ കരയിലുള്ള ചില മത്സ്യങ്ങൾ, 153 മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങളുടെ പ്രത്യേകത എന്താ? കരയിലെ മത്സ്യം അവസരം കിട്ടിയാൽ
അത് ചാടി വെള്ളത്തിലേക്ക് പോകുന്ന മത്സ്യമാണ്. പ്രത്യേകിച്ച് കുമരകം ഭാഗത്ത്, കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്കറിയാം, നമ്മൾ വല വീശി മീൻ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ, ഒറ്റാൽ വെച്ച് മീൻ പിടിക്കുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന മീന് അത് വരാലോ മുഷിയോ കാരിയോ ഒക്കെ ആണെങ്കിൽ, വഴുവഴുപ്പുള്ള മത്സ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പെട്ടെന്ന് വെള്ളത്തിലൊക്കെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. അത് മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ നമുക്കറിയാം മഴ പെയ്ത് വെള്ളം പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവര് വലയുമായിട്ട് മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുന്നവരാണ്. അന്നേരം അങ്ങനെ ഉള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. കരയിലെ മത്സ്യത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, അവസരം കിട്ടിയാൽ അത് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിന്റെ ഇമ്പങ്ങളിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മത്സ്യമാണ്. അത് ജഡീയ മനുഷ്യന്റെ ഒരു ചിത്രമാണ്. ജഡീയ മനുഷ്യൻ, ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ വീണ്ടും ജനിച്ചവനാണെങ്കിലും, അവൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിലും, അവൻ അവസരം ലഭിച്ചാൽ അവൻ പാപ സ്വഭാവത്തിലേക്ക്, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ചാടി രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ജഡീയ മനുഷ്യൻ ലോകത്തിലേക്ക്, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. ലോകമോഹങ്ങൾ, ലോകത്തിൻ്റെതായ താല്പര്യങ്ങൾ, അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കരയിലെ മത്സ്യത്തിൻ്റെ സ്വഭാവം പോലെ രക്ഷിക്കപ്പെട്ടവരെങ്കിലും ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെന്നറിയപ്പെടുന്നവരെ ഇന്ന് നമുക്ക് ക്രൈസ്തവ ഗോളത്തിൽ, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ സഭകളിലും വളരെയധികം കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, നാം ലോകത്തിലാണ്. നമ്മൾ ലോകത്തിൽ വസിക്കുന്നവരാണെങ്കിലും ഒരിക്കലും ലോകക്കാരാകാനായിട്ട് പാടില്ല. നമുക്കറിയാം, കടലിലെ മത്സ്യത്തെ, കടലിൽ നിന്ന് ലഭിക്കുന്ന മീൻ നമ്മൾ വില കൊടുത്ത് വാങ്ങി കറി വെക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സഹോദരിമാർ ഒരിക്കലും ചിന്തിക്കത്തില്ല, ഇത് കടലിലെ മത്സ്യമാണ്, ആ ഉപ്പ് വെള്ളത്തിൽ വളർന്ന മത്സ്യമാണ്, ഇത് കറി വെക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. അത് കടലിൽ വളർന്ന മത്സ്യമാണെങ്കിലും കടലിലെ മീൻ കൊണ്ട് കറി വെക്കുന്ന സന്ദർഭത്തിൽ ഉപ്പ് ചേർത്തില്ലെങ്കിൽ അതിൻ്റെ രുചി നമുക്ക് കിട്ടത്തില്ല. അത് കടലിലെ മത്സ്യമാണെങ്കിലും ഉപ്പ് അതിൻ്റെ ശരീരത്തിൽ ലേശം പോലും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ജീവിക്കുമ്പോൾ, നമ്മൾ ലോകത്തിലാണെങ്കിലും, ഞാൻ ഉറപ്പിക്കട്ടെ, ലോകക്കാരായിരിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. നമുക്കറിയാം, ഇന്ന് വിശ്വാസികളുടെ മധ്യത്തിൽ ആഡംബരം അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി ജീവിക്കുന്നതിൻ്റെ താല്പര്യം, അത് സഹോദരന്മാരിലും സഹോദരിമാരിലും നമുക്ക് വളരെയധികം ഈ നാളുകളിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്തവരെങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി പോകുന്നുവോ, ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുവോ, അതേ നിലയിൽ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരിമാരെ വളരെയധികം നമുക്ക് കാണാനായിട്ട് കഴിയും. വീട്ടിൽ ആത്മപ്രകാശിനി ലഭിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആത്മപ്രകാശിനിയുടെ എഡിറ്റോറിയലിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് എഴുതിയ ഭാഗം എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ മധ്യത്തിൽ ലോകത്തിലെ ഏത് ആഡംബരവും, ലോകത്തിലെ ഏത് ഫാഷനും, ലോകത്തിലെ മനുഷ്യൻ കാണിക്കുന്ന ഏതും നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ സഹോദരിമാരിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമുക്ക് വളരെയധികം കാണാനായിട്ട് കഴിയും. അത് സഹോദരിമാരിൽ മാത്രമല്ല, സഹോദരന്മാരിലും ഈ ലോകം കടന്നു വരുന്നുണ്ടോ എന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാധാരണ മുടി വെട്ടാറുള്ളപ്പോൾ ഇവിടെ ഇലന്തൂരിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ മാവേലിക്കരയിൽ സാധാരണ ഞാൻ പോകുന്ന സ്ഥലമുണ്ട്. അവിടെ പോയാൽ നല്ല രീതിയിൽ ഞാൻ വെട്ടുന്ന രീതിയിലൊക്കെ എനിക്ക് വെട്ടിത്തരും. അന്നേരം ഇടയ്ക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ എനിക്ക് മുടി അല്പം വളർന്നു, അടുത്ത ദിവസം ഒരു ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് മുടി വെട്ടിയിട്ട് പോകണമെന്നുള്ള നിലയിൽ തിരുവല്ലായിക്കടുത്ത് ഞാനൊരു
ഒരു ബാർബർ ഷോപ്പിൽ, അത് ഇച്ചിരി നല്ല AC ആയിട്ടൊക്കെ ഉള്ള ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ കയറിയപ്പോൾ അവിടെ ആ മുടി വെട്ടുന്ന ആളൊരു പെന്തക്കോസ്തുകാരനായ സഹോദരനാണ്. അന്നേരം എന്നെ കണ്ടപ്പോൾ അത് ഒരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പാസ്റ്ററല്ല, ഞാൻ ബ്രദറിലെ ഒരു സുവിശേഷകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് ഫേഷ്യൽ ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു ദൈവദാസനാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ മധ്യത്തിലെ 2-3 സഹോദരന്മാരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിൽ ദൈവമക്കളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ചില സഹോദരന്മാരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവരൊക്കെ ഇവിടെ വന്ന് ഇത് ചെയ്യുന്നുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം സഹോദരിമാര് മാത്രമല്ല സഹോദരന്മാരും, അത് ദൈവദാസന്മാര് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കലും ലോകം നമ്മളിലേക്ക് കടന്നു വരാതെ നാം ലോകക്കാരായി തീരാതെ ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താ? കോസ്മെറ്റിക് മെറ്റീരിയൽസ് എന്നാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് സാധാരണ പറയുന്ന പേര് കോസ്മെറ്റിക് മെറ്റീരിയൽ എന്നാണ്. ആ പദം ഉണ്ടായിരിക്കുന്നത് കോസ്മോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. കോസ്മോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേൾഡ് എന്നാണ്. കോസ്മെറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വേൾഡ്ലിനെസ് ആണ്. എന്ന് പറഞ്ഞാൽ ലോകം മനുഷ്യനിലേക്ക് കടക്കുന്ന ഒന്നാണ് ഈ കോസ്മെറ്റിക് മെറ്റീരിയൽസ്. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മെ തന്നെ സൂക്ഷിച്ച് ആത്മീയരായി ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ പത്രോസ് അവിടെ കരയിലെ മത്സ്യത്തെ കൊണ്ടുവന്ന് ആ മത്സ്യത്തിന്റെ സ്വഭാവം ഒരിക്കലും കടലിലേക്ക് ചാടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ ലോകത്തിന്റെ ആ സ്വഭാവത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്വഭാവ വിശേഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഒരു പ്രാകൃത മനുഷ്യന് അവൻ പ്രാകൃതനായിരിക്കുന്നിടത്തോളം കാലം അവന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. 2, ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജഡീക മനുഷ്യന് അവൻ ജഡീകനായിരിക്കുന്നിടത്തോളം കാലം അവന് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നതിന് സാധ്യമല്ല. എ കാർണൽ മാൻ cannot bear the fruit of the spirit as long as he continues to be a carnal man. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഇംഗ്ലീഷ് കോറസ് ഉണ്ട്. ഞാൻ സാധാരണ സ്നാനത്തിലൊക്കെ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിലൊക്കെ പാടി കേൾപ്പിക്കാറുള്ള ഒരു കോറസാണ്. ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ, ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ, ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ, ഗ്രേറ്റ് change since I was born. There's a great change since I was born. There's a great change since I was born. Bad things I used to do, I do them no more. Bad things I used to do, I do them no more. Bad things I used to do, I do them no more. There's a great change since I was born. But things I used to do, I do them no more. But place I used to go, I go there no more. But drinks I used to drink, I drink them no more. There's a great change since I was born. But books I used to read, I read them no more. But sins I used to see, I see them no more. But things I used to chew, I chew them no more. There's a great change since I was born. ദൈവമേ, ഞാൻ വീണ്ടും ജനിച്ച നിമിഷം മുതൽ വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു. ആ പാട്ടുകാരൻ പറയുന്നത്, ഞാൻ പണ്ട് പോയ തെറ്റായ പാതയിലൂടെ ഞാൻ ഇന്ന് പോകുന്നില്ല. പണ്ട് കണ്ട തെറ്റായ കാഴ്ചകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല. പണ്ട് കേട്ട തെറ്റായ പാട്ടുകൾ ഞാൻ ഇന്ന് കേൾക്കുന്നില്ല. പണ്ട് പറഞ്ഞ തെറ്റായ വാക്കുകൾ എൻ്റെ നാവിൽ ഞാൻ എടുക്കുന്നില്ല. പണ്ട് ചവച്ച തെറ്റായ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചവയ്ക്കുന്നില്ല. പണ്ട് കുടിച്ച തെറ്റായ പാനീയങ്ങൾ ഞാൻ ഇന്ന് കുടിക്കുന്നില്ല. കണ്ടുപോയ തെറ്റായ പാതയിൽ
പാതയിലൂടെ ഞാൻ ഇന്ന് പോകുന്നില്ല. പണ്ട് ചിന്തിച്ച തെറ്റായ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചിന്തിക്കുന്നില്ല. ദൈവമേ, വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ജനിച്ച നിമിഷം മുതൽ വന്നു. നമുക്കും അങ്ങനെ പറയാനായിട്ട് കഴിയുമോ? പാപത്തെ സ്നേഹിച്ച് പാപത്തിന്റെ വഴിയിലൂടെ ഒരു ദൈവവേദനന് യോഗ്യമല്ലാത്ത പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവാത്മാവ് അവരെ ഓർപ്പിക്കുന്ന അവർ ജഡീകാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്, അവർ കുറവിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്, അവര് ലോകത്തോട് ഒത്തുപൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ അവർ ജീവിക്കുവാൻ ദൈവം അവരെ കുറിച്ച് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ജഡീക മനുഷ്യന്, ഒരു ജഡീക വിശ്വാസിക്ക് ആ അവസ്ഥയിൽ ആ വിശ്വാസി തുടരുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അവന് സാധ്യമല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. ഒരാത്മീയ മനുഷ്യൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ആർക്കാണ് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയാണ്. ഒരാത്മീയ മനുഷ്യൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന സ്പിരിച്വൽ മാൻ ബേഴ്സ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഒരു ആത്മീയ മനുഷ്യന് മാത്രമേ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 1 കൊരിന്ത്യർ അതിന്റെ 2:15 വാക്യം, 1 Corinthians chapter 2 verse 15. അവിടെ നമ്മൾ വായിക്കുന്നത്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. മറ്റുള്ളവർ തന്നെ വിവേചിക്കുവാനായിട്ട് അവന്റെ ജീവിതത്തിൽ ആർക്കും അവസരം നൽകുന്നില്ല. ആ നിലയിൽ സൂക്ഷിച്ച് ദൈവ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് ആത്മീയൻ. അങ്ങനെ ഒരു വിശ്വാസി ആത്മീയനായി ജീവിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ ജീവിതത്തിൽ അവൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നു. ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവനാണ്. ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ വചനം അനുദിനം വായിക്കുന്നവനാണ്, ധ്യാനിക്കുന്നവനാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ അവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് എങ്ങനെയാണ്? പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തടക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഈ വാക്യം വായിച്ചപ്പോൾ അതിനോട് ചേർന്ന് പത്രോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായം ഇല്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഇവിടെ വിശ്വാസികളോട് പത്രോസ് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി സകല ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക. അങ്ങനെ ഇവിടെ ആ ചിതറപ്പെട്ട് കിടക്കുന്ന വിശ്വാസികളെ, അവർ ആത്മീയമായി ശൈശവാവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ ആവശ്യമാണ് എന്ന് അവരോട് പറയുകയാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗത്ത് ഇബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ അല്പം കൂടെ വളർന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇബ്രായ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവാത്മാവ് അവർക്ക് കൊടുക്കുന്ന ആ മുന്നറിയിപ്പിൽ അതിന്റെ 11-ാം വാക്യം ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഈ എബ്രായ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് കടന്നു വന്ന കാലം, അവരെ ദൈവഭാഗത്തേക്ക് വന്ന ആ കാലം നോക്കുമ്പോൾ
ദൈവാത്മാവ് അവരെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ അവര് മറ്റുള്ളവരെ ദൈവവചനം പഠിപ്പിക്കേണ്ടവരാ. എന്നാൽ എന്താ പറയുന്നത്? കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആവശ്യമുള്ള വളർച്ച ഇല്ലാത്ത വിശ്വാസികൾ, ഇന്നും ശൈശവാവസ്ഥയിൽ ജീവിക്കുന്ന വിശ്വാസികൾ. അതുകൊണ്ട് ഇവിടെ ആ അനേക വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള വിശ്വാസികളോട് പറയുകയാണ്, പാൽ കുടിക്കുന്നവൻ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. ഇത് പറയുകയാണ്, കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇവിടെ ആത്മീയമായി പക്വത പ്രാപിച്ച വിശ്വാസികൾ, അല്ലെങ്കിൽ ആത്മീയ മനുഷ്യൻ, ആ ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്നുള്ളത് അവൻ വചനം വായിക്കുന്നവനാണ്, വചനം ധ്യാനിക്കുന്നവനാണ്. മാത്രമല്ല, ആ വചനം ധ്യാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്നവനാണ്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്, 1 കൊരിന്ത്യർ 2:15 വായിച്ചത്. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസിയാണ്. ആത്മീയ മനുഷ്യന്റെ പ്രത്യേകതയാണ്, ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിക്കുന്നവനാണ്, പഠിക്കുന്നവനാണ്, ധ്യാനിക്കുന്നവനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ശീലം നമുക്കുണ്ടോ എന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രമമായി ദൈവവചനം വായിക്കുന്ന രീതി, ക്രമമായി ദൈവവചനം പഠിക്കുന്ന രീതി, ക്രമമായി ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അത് ആത്മീയന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മീയ മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകത, ആത്മീയ മനുഷ്യൻ ആത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്. ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നവനാണ്. A spiritual man is the one who is being filled with the Holy Spirit. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമ്മെ അതാണ് ഓർപ്പിക്കുന്നത്. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി തീരുവീൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവിടെ വായിച്ചിരിക്കുന്ന ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നിറയപ്പെടുവീൻ. ആത്മനിറവിന്റെ ഫലം പിന്നീടുള്ള വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മനിറവിന്റെ ഫലം ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, സഹാജീവിതത്തിലുണ്ട്, കുടുംബ ജീവിതത്തിലുണ്ട്, സാമൂഹിക ജീവിതത്തിലുണ്ട്. അത് 19 മുതൽ ഉള്ള വാക്യങ്ങളിലും 6-ാം അധ്യായത്തിലും പൗലോസ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മീയ മനുഷ്യൻ ആത്മ നിറവിൽ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവനാണ്. ആദ്യം നമ്മൾ കണ്ടു, പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തവനാണ്, ആത്മാവില്ലാത്തവനാണ്, ആത്മാവിന്റെ ഉപദേശം നിരസിക്കുന്നവനാണ്. രണ്ടാമത് കണ്ടു, ജഡീക മനുഷ്യൻ, കാർണൽ മാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ആത്മാവിനാൽ വീണ്ടും ജനിച്ചവനാണ്, ആത്മാവ് വസിക്കുന്നവനാണ്, എന്നാൽ ആത്മാവിനെ അനുസരിക്കാത്തവനാണ്. എന്നാൽ മൂന്നാമത്തെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഇതിലേത് കൂട്ടത്തിൽ പെടുമെന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യത്തെ കൂട്ടത്തിലുള്ള വ്യക്തിയാണെങ്കിൽ, രക്ഷപ്പെട്ട് ദൈവദാസന്മാരെ ആത്മാവിനെ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ, ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്
യേശുവിനെ രക്ഷകനെ കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവവൈദ്യനായി തീരുവാൻ ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ജഡീക മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ലോകത്തിന്റെ മോഹങ്ങളിൽ ആകൃഷ്ടരായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, ആ കുറവുകളേറ്റ് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക്, ആ സമർപ്പണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ രാത്രി ദൈവം താങ്കളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ, ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആ ആത്മീയ മനുഷ്യനെ പോലെ നമ്മുടെ ജീവിതം ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാകൃത മനുഷ്യന് അവൻ പ്രാകൃതനായിരിക്കുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. ജഡീക മനുഷ്യന് അവൻ ജഡീകനായിരിക്കുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു ആത്മീയ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പത്രോസ് മീൻ പിടിക്കാൻ പോയ കാര്യത്തോട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുമല്ലോ. കടലിലെ മത്സ്യം രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ ചിത്രത്തെ കാണിക്കുന്നു. കരയിലെ മത്സ്യം, കടലിലേക്ക് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആ കരയിലെ മത്സ്യം ജഡീക മനുഷ്യനെ കാണിക്കുന്നുവെങ്കിൽ, ആ ഭാഗത്ത് ആത്മീയ മനുഷ്യന്റെ ഒരു ചിത്രവുമുണ്ട്. യോഹന്നാൻ 21:7 മുതലുള്ള വാക്യങ്ങൾ. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നുവെന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷ ശിഷ്യന്മാർ കരയിൽ നിന്നു. ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലാകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ, അതിന്റെ 9-ാം വാക്യം, യോഹന്നാൻ 21:9, കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കടലിലെ മത്സ്യം പ്രാകൃത മനുഷ്യനെ കാണിക്കുമ്പോൾ, കരയിലെ മത്സ്യം ജഡീക മനുഷ്യനെ കാണിക്കുമ്പോൾ, ഇവിടെ തീക്കനലും അതിന്മേൽ വെച്ചിരിക്കുന്ന മീനും, കനലിലെ മത്സ്യം, കനലിലെ മത്സ്യം, ഭക്ഷിക്കുവാൻ പാകമായ മത്സ്യം. ആത്മീയ മനുഷ്യൻ ആ കനലിലെ മത്സ്യത്തെ പോലെയാണ്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നോക്കുക, പാപം സ്വന്തമായി മരിച്ചവരെന്നെണ്ണി ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ പാകമായ ആ കനലിലെ മത്സ്യം ഭക്ഷിക്കുവാൻ, ആ ക്രമീകരിക്കപ്പെട്ട, ഉപയോഗിക്കുവാൻ ആ ക്രമീകരിക്കപ്പെട്ട കനലിലെ മത്സ്യത്തെ പോലെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പാകമായ നിലയിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നു, നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുക. ഗലാത്യ ലേഖനം 2:20 നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്തരങ്കരുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. നമ്മുടെ ആ മനോഭാവം, ആത്മീയരായി ജീവിക്കുന്ന ദൈവമക്കളുടെ മനോഭാവമാണ് പൗലോസിന്റെ വാക്കുകളിൽ നാം കണ്ടത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അല്ല ജീവിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ഒരു ജീവിതശൈലി, ആ ജീവിതശൈലിയിൽ ജീവിക്കുന്നവരാണ് ആത്മീയരായ ദൈവമക്കൾ.
അങ്ങനെയുള്ളവരാണ്, അവരുടെ ജീവിതത്തിലാണ് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായി, ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും ആ കടലിലെ മത്സ്യത്തെ പോലെയല്ല, കരയിലെ മത്സ്യത്തെ പോലെയല്ല, കനലിലെ യജമാനന് ഭക്ഷിക്കുവാൻ പാകപ്പെട്ട ഭക്ഷണം എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കൊള്ളാകുന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുവാൻ നാം കേട്ട ചിന്ത നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ. ആത്മാവിന്റെ ഫലത്തിന്റെ കൂടുതൽ വിശദമായ പഠനത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നമ്മുടെ അടുത്ത 3 ആഴ്ചകൾ നമുക്ക് കടന്നു പോകാം. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.